ഇപ്പോൾ ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങളൊന്നും പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. തങ്ങൾ മനസ്സിലാക്കിയതിൽ പ്രശ്നമില്ല. മെസ്സിയെ എത്തിക്കാൻ വേണ്ടി കായിക വകുപ്പ് മന്ത്രി അടക്കം ഇടപെട്ടു എന്നതുകൂടി പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയാണ്. മന്ത്രിക്ക് സ്പെയിനിൽ മാഡ്രിഡിൽ പോകുന്നത് ഏതെങ്കിലും ഒരു കരാറിന്റെ ആവശ്യമില്ല എന്നതുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. അവരുടേതായ കാരണങ്ങളാലാണ് വരാതിരുന്നത് എന്നതുകൂടി വ്യക്തമാക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവരുടേതായ കാരണങ്ങളാലാണ് ടീം വരാതിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് കെ സജീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സജീഷ, പ്രതിപക്ഷ നേതാവിന്റെ വാർത്താസമ്മേളനം തുടരുകയായിരുന്നു. അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ മറുപടി പറഞ്ഞിട്ട് ഒന്ന് കോൺഗ്രസിനെതിരായ ആരോപണമാണ്. അത് ഈ ലഹരി മരുന്ന് കേസിലെ പ്രതി അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തമസ്കരിക്കാനുള്ള ശ്രമം BJPയുടെ അടക്കം സഹായമുണ്ടായി എന്നതാണ്. മറ്റൊന്ന് മെസ്സി വരാത്തതുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് അത് തട്ടിപ്പ് നടന്നു എന്ന ആരോപണത്തിൽ അദ്ദേഹം മറുപടി പറയുകയും ചെയ്യും. തീർച്ചയായിട്ടും മാധു, ഇതിൽ വളരെ വ്യക്തമായ ഒരു മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട് മെസ്സിക്ക് ഇഷ്ടംപോലെ ആരാധകരുള്ള ഒരു സ്ഥലത്തേക്ക് മെസ്സിയെ കൊണ്ടുവരാനുള്ള കൃത്യമായ നടപടിയാണ് കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇപ്പോൾ മറ്റു മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അന്നത്തെ കായിക മന്ത്രി അബ്ദുറഹ്മാൻ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദമാക്കിയിട്ടുണ്ട്. ഏത് അന്വേഷണം നടത്തണമെങ്കിൽ നടത്തിക്കോളൂ, എന്ത് അന്വേഷണം നടത്താനെന്ന് അന്വേഷിച്ചാലേ അത് പറയാൻ പറ്റൂ. മന്ത്രിക്ക് സ്പെയിനിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി വിദേശത്തേക്ക് പോകണമെങ്കിൽ അതിന് പ്രത്യേക കരാറിന്റെ ആവശ്യമൊന്നുമില്ല. അത് മെസ്സിയെ സംസ്ഥാനത്തേക്ക് എത്തുമായി ബന്ധപ്പെട്ട ഒരു സന്ദർശനമാണ്. അതിൽ മറ്റൊരു തരത്തിലുള്ള കരാറിന്റെ ആവശ്യവുമില്ല എന്നും പിണറായി വിജയൻ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, ഈ സർക്കാരിനെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. ഈ MDMA കേസിൽ മുഖ്യമന്ത്രിക്ക് പ്രതികളുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മറ്റു കഴിഞ്ഞ 2 മാസത്തിനിടെ ഈ സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന, സർക്കാരിനെ ടേൺ ചെയ്യേണ്ട ഒട്ടേറെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അത്തരം വിഷയങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഈ തിരിക്കാനുള്ള ഒരു വിവാദമായിട്ടാണ് മെസ്സി വിവാദത്തെ പ്രതിപക്ഷ നേതാവ് കാണുന്നത്. അത് അദ്ദേഹം വ്യക്തമായി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ക്രമക്കേടും മെസ്സിയെ സംസ്ഥാനത്തേക്ക് എത്തിക്കുകയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അത് ഏത് രീതിയിലുള്ള അന്വേഷണം നടത്തണമെങ്കിലും നടത്തിക്കോളൂ. ആ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരും. ഒരു തരത്തിലുള്ള ക്രമക്കേടും ഉണ്ടായിട്ടില്ല. മാത്രമല്ല സംസ്ഥാനത്തിന്റെ കായിക മേഖലയെ പുഷ്ടിപ്പെടുത്താനുള്ള, മെച്ചപ്പെടുത്താനുള്ള വളരെ വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയാണ് കഴിഞ്ഞ സർക്കാർ മെസ്സി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സജീഷ്, ഈ പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊന്നും അതിലില്ല എന്നതുകൂടി വ്യക്തമാക്കുകയാണ് പിണറായി വിജയൻ. മന്ത്രിക്ക് സ്പെയിനിൽ പോകാൻ ഏതെങ്കിലും ഒരു കരാറിന്റെ ആവശ്യമില്ല എന്നതുകൂടി സർക്കാരിന് നഷ്ടം വരുത്തിയിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ ആണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്നത്. അങ്ങനെ മന്ത്രിക്ക് പോകാൻ കരാറിന്റെ ആവശ്യമില്ല എന്നതാണ് മുൻ മുഖ്യമന്ത്രി കൂടി അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ഈ വാർത്താ സമ്മേളനത്തിന്റെ ആകത്തുക നോക്കുകയാണെങ്കിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തെയും കഴിഞ്ഞ സർക്കാർ അല്ലെങ്കിൽ താൻ നേതൃത്വം നൽകിയ സർക്കാർ ഭയക്കുന്നില്ല എന്നാണ് വളരെ വ്യക്തമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ. അത് കേരളത്തിന്റെ കായിക മേഖലയെ മെച്ചപ്പെടുത്തിക്കാൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക താരത്തെ ഇവിടെ എത്തിക്കുക എന്ന കൃത്യമായ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഒരു ക്രമക്കേടും നടന്നിട്ടില്ല. ഈ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സന്ദർശനത്തിന് സ്പെയിനിലേക്ക് പോകാൻ കായിക മന്ത്രിയുമായിട്ട് പ്രത്യേക കരാർ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അത്തരം അപഹാസ്യമായ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവ് കൂടിയ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ഏത് അന്വേഷണം വേണമെങ്കിലും നടത്തിക്കൊള്ളൂ, എന്താണ് അന്വേഷണം നടത്തുന്നത് അറിഞ്ഞാൽ മാത്രമേ അതിലുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഒരു തരത്തിലുള്ള ഭയാശങ്കയ്ക്കും തങ്ങൾക്ക് ഇല്ല. തങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതിനകത്ത് ഒരു ക്രമക്കേടും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും എന്നാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. റാഹിസ് റഷീദ് കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. റാഹിസ്, അന്വേഷണം നടത്തട്ടെ എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന കരാറടക്കമുള്ള കാര്യങ്ങളാണ്. അത് സർക്കാരുമായിട്ടല്ല ഇത്തരത്തിലുള്ള കരാറുകൾ ഉണ്ടാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. മറ്റു കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്നതാണ്. മധു, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് പലതരത്തിലുള്ള വിവാദങ്ങളിൽ, വിഷയങ്ങളിൽ പെട്ട് നിൽക്കുകയാണ് നിലവിലുള്ള സർക്കാർ. ആ സമയത്ത് അതൊന്ന് വഴിതിരിച്ചു വിടാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി മെസ്സി എന്ന ഒരാളെ
മുൻനിർത്തി വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് എന്ന കാര്യമാണ് പിണറായി വിജയൻ പറഞ്ഞത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട A-to Z കാര്യങ്ങൾ എനിക്കറിയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് പൂർണ്ണമായും എനിക്കറിയേണ്ട കാര്യമില്ല. അത് അന്നത്തെ വകുപ്പ് മന്ത്രിയായ അബ്ദുറഹ്മാനാണ് ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. അത് അദ്ദേഹം വിശദീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, മുഖ്യമന്ത്രി എന്ന നിലയിൽ, ആ പദവിയിലിരുന്ന ആളെന്ന നിലയിൽ ഒരു കാര്യം എനിക്കറിയാം, അതുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേടും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന കാര്യം എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും എന്ന കാര്യം കൂടി പിണറായി വിജയൻ പറയുന്നുണ്ട്. പല മാധ്യമങ്ങളും പറയുന്നത് സർക്കാർ ചെലവിൽ ഒരു ധാരണാപത്രം ഒപ്പിടാതെ അന്നത്തെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും സ്പെയിനിലേക്ക് പോയി എന്നതാണ്. അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ സ്പെയിനിലേക്ക് പോകാവൂ എന്നൊന്നുമില്ല എന്ന കാര്യം കൂടി പിണറായി വിജയൻ പറയുന്നുണ്ട്. ഇപ്പോൾ ചില കാര്യത്തിൽ അന്വേഷണം നടക്കണം എന്ന കാര്യം, അന്വേഷണം നടക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അന്വേഷണം നടക്കട്ടെ അത് സംബന്ധിച്ച കാര്യങ്ങളിൽ എന്ന കാര്യം കൂടി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സർക്കാർ മെസ്സിയെ കൊണ്ടുവരാൻ തീരുമാനമെടുത്തത് മെസ്സി എന്ന കളിക്കാരന് കേരളത്തിൽ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇങ്ങോട്ട് മെസ്സിയെ കൊണ്ടുവരിക, കായികപ്രേമികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക, കളിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ലക്ഷ്യവുമില്ല. ഇപ്പോൾ പല മാധ്യമങ്ങളിലും വരുന്നത് പോലെ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല എന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ആളെന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും എന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. ടി പ്രസാദ് കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. ടി പ്രസാദ്, ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്നാണ് പേരെങ്കിലും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം വേണ്ടതില്ലേ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുചോദ്യം. അത് തന്നെയാണ് മാധു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്നത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടത് കായിക മന്ത്രി എന്ന നിലയിലാണ് മറുപടി പറയേണ്ടത് എന്നാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ വിശദീകരിക്കുന്നത്. ഒപ്പം വ്യക്തമായി പറയുന്നത് ഈ സമയത്ത് വളരെ പെട്ടെന്ന് മെസ്സിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്നത് മറ്റ് പല കാര്യങ്ങളും വഴിതിരിച്ച് വിടാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റിപ്പോർട്ടറിനെ ഉന്നം വെച്ച് നടക്കുന്ന കാര്യങ്ങൾ, അതായത് കടലിൽ മത്സ്യത്തൊഴിലാളികളെ കാണാത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുണ്ട്. ഒപ്പം 136 ഗ്രാം MDMA പിടികൂടിയത് വി ഡി സതീശൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നാണ് എന്നുള്ള വാർത്തകളും ദൃശ്യങ്ങൾ സഹിതമാണ് പുറത്തേക്ക് വന്നത്. വി ഡി സതീശനുമായുള്ള ബന്ധം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുന്ന സമയത്താണ് മെസ്സി വിവാദം വളരെ പെട്ടെന്ന് വന്നത്. പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നത് ഉയർന്നു വരുന്ന രീതിയിലുള്ള ഒരു ക്രമക്കേടുകളും മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന കാര്യം തനിക്കറിയാം. അതിൻ്റെ കാര്യങ്ങൾ അന്നത്തെ കായിക മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. സ്പെയിനിൽ പോകുന്നതിന് കരാർ ആവശ്യമില്ല എന്ന് തുടങ്ങി മറ്റ് കാര്യങ്ങൾ, അതായത് പുറത്തു വരുന്ന പല കാര്യങ്ങളെയും ഖണ്ഡിക്കാൻ കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ട് എന്നതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് മുൻ മുഖ്യമന്ത്രി. രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഈ വാർത്തകൾ അത് തമസ്കരിക്കാൻ വേണ്ടി മെറ്റയുടെ അടക്കം സഹായം തേടുന്നു. അതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം കിട്ടുന്നു എന്നതുകൂടിയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ഈ ഇപ്പോഴുണ്ടാകുന്ന വിവാദങ്ങൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളെ മറച്ചു വെക്കാനുള്ള ഒരു കവറായി ഉപയോഗിക്കുന്നു എന്നൊരു ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതാണ് മാധു ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സമീപകാലത്തൊന്നും കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലാണ് സംസ്ഥാന ഗവൺമെന്റോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇത്തരം വാർത്തകളെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. മെറ്റയിൽ ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളെല്ലാം അത് ഇല്ലാതാക്കാൻ, ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം ഇവിടുന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തനത്തിനെതിരെയുള്ള വെല്ലുവിളി തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നതും ഇതാണ്. നിരവധിയായ വാർത്തകൾ മുൻ മുഖ്യമന്ത്രിമാർക്കെതിരെ, മുൻ സർക്കാരുകൾക്കെതിരെ ഒക്കെ ഉണ്ടായ നാടാണ് കേരളം. പക്ഷേ അന്നൊന്നും ഈ രീതിയിൽ ഉണ്ടായിരുന്നില്ല. ആ വാർത്തകൾക്കെതിരെ വിമർശിക്കാറുണ്ട്, പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരാറുണ്ട്. പക്ഷേ ആ കാലത്തൊന്നും മെറ്റയെ സ്വാധീനിച്ചിട്ട് അതല്ലെങ്കിൽ ഗൂഗിളിനെ സ്വാധീനിച്ചിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഡിലീറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊന്നും ഒരു ഭരണകൂടവും
സംസ്ഥാനത്ത് ഇതിനു മുമ്പ് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഈ നീക്കിയതെല്ലാം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, സ്വന്തം പിതാവിനെ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മകൾ പറയുന്ന കാര്യങ്ങൾ പോലും, അത് വന്ന കാർഡ് പോലും നീക്കം ചെയ്യാൻ വേണ്ടി മെറ്റയോട് ആവശ്യപ്പെടുന്നു എന്നതിനർത്ഥം മാധ്യമപ്രവർത്തനം തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഈ മെസ്സി വിവാദവും ഉയർന്നു വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം.